ന്യൂയോർക്ക് സിറ്റിയിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ലാൻഡ്മാർക്കാണ് ഓക്കുലസ് ബിൽഡിംഗ്. ഏകദേശം $4 ബില്യൺ, അതായത് 34,000 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. ഇതുപോലെ വൈവിധ്യം നിറഞ്ഞ അതിമനോഹരമായ ഒരു കെട്ടിടം ഭൂമിയിൽ ഇല്ല എന്ന് വേണം പറയുവാൻ. ലോകത്തെ നടുക്കിയ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം പുതിയ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ അടുത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓക്കുലസ് സൃഷ്ടിക്കപ്പെട്ടത്? ഭീകരാക്രമണത്തിന് ശേഷം ബിസിനസ്സിനെയും ആളുകളെയും ഈ പ്രദേശത്തേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു ഗതാഗത കേന്ദ്രം എന്ന ആശയം രൂപപ്പെട്ടതിനാലാണ് ഓക്കുലസ് സൃഷ്ടിക്കപ്പെട്ടത്. എന്താണ് ഓക്കുലസ് കെട്ടിടത്തിൻ്റെ പ്രത്യേകതകൾ? ഗാംഭീര്യവും മനോഹരവും സൗന്ദര്യവും ഒത്തുചേർന്ന അതുല്യമായ മിശ്രിതം. ആകാശ സൗധങ്ങളിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന രസകരവും വിസ്മയകരമായ ഒരു വാസ്തുവിദ്യ. ആധുനിക രൂപകൽപ്പനയുടെയും സാങ്കേതികവിദ്യയുടെയും മകുടോദാഹരണം. മിനുസമാർന്ന വെളുത്തതും തെളിഞ്ഞതും അതിശയിപ്പിക്കുന്നതുമായ അകത്തളങ്ങൾ. നന്നായി ചിട്ടപ്പെടുത്തി ആസൂത്രണം ചെയ്ത ലേഔട്ടുകൾ. കുതിച്ചുയരുന്ന മേൽത്തട്ടുകളും ചിറകുകളും. ഇതിനകത്ത് മനോഹരമായ മാളും സബ്വേ റെയിൽവേ സ്റ്റേഷനുകളും വൈവിധ്യമാർന്ന ഉയർന്ന നിലവാരമുള്ള പ്രീമിയം ബ്രാൻഡഡ് ഷോപ്പുകളും ഡൈനിങ് ഓപ്ഷനുകളും കോർത്തിണക്കിയിരിക്കുന്നു. 2016 പൂർത്തിയാക്കിയ ഓക്കുലസ് ന്യൂയോർക്ക് സിറ്റിയുടെ ഏറ്റവും ആവേശകരമായ വാസ്തുവിദ്യാ ലാൻഡ്മാർക്കുകളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ട്രെയിൻ സ്റ്റേഷൻ എന്ന ഖ്യാതിയും ഇതിനുണ്ട്. എന്താണ് ഓക്കുലസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദുരന്തങ്ങൾ താൽക്കാലികം, അതിന് എന്നേക്കുമായി ആരെയും തളർത്താനാവില്ല. നമുക്ക് ഈ ദുരന്തത്തെ മറികടക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൻ്റെ സാക്ഷിയാണ് ഈ കെട്ടിടം. ഓക്കുലസിലുടനീളം ഏകദേശം 15,000 ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചിറകുകൾ ഏത് നിറത്തിലേക്ക് മാറ്റുവാൻ അനുവദിക്കുന്ന ഒരു പുതിയ സവിശേഷതയുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഓക്കുലസിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയിട്ടുണ്ട്. സാന്റിയാഗോ കാലട്രാവ എന്ന സ്പാനിഷ് വാസ്തുശില്പിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഈ ഘടനയുടെ വെളുത്ത ലോഹം പൊതിഞ്ഞ ഉരുക്ക് വാരിയലുകൾ ഒരു പ്രാവിനെ വിടുന്ന കൈയുടെ പ്രതീകം പോലെ മുകളിലേക്കും പുറത്തേക്കും എത്തുന്നു. 2001 സെപ്റ്റംബർ 11 ആക്രമണങ്ങളുടെ ശാശ്വതമായ ഓർമ്മപ്പെടുത്തലായി ഈ ഘടനയുടെ ഓറിയന്റേഷൻ പ്രവർത്തിക്കുന്നു. ഓരോ സെപ്റ്റംബർ 11 ആദ്യ വിമാനം ഇടിച്ച രാവിലെ 8:46 മുതൽ 10:28 വരെ സൂര്യൻ്റെ സൗരകോണുകളുമായി ഇത് പൊരുത്തപ്പെടുന്നു. 13 സബ്വേ ലൈനുകൾ, 2 കിലോമീറ്റർ വീതിയുള്ള ഹഡ്സൺ നദിക്കടിയിലൂടെ ന്യൂജേഴ്സിയിലേക്കുള്ള പാത്ത് സ്റ്റേഷൻ, ഇവയെല്ലാം ഓക്കുലസിൽ ഉൾപ്പെടുന്നു. 16 ഏക്കറുള്ള വേൾഡ് ട്രേഡ് സെൻ്റർ ക്യാമ്പസിലെ 75,000 ചതുരശ്ര അടി ഓക്കുലസ് മാത്രമാണ്. 12 വർഷത്തെ നിർമ്മാണത്തിനും നിരന്തരമായ കാലതാമസത്തിനു ശേഷം 2016 മാർച്ചിൽ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. അതിൻ്റെ സുഗമവും ആധുനിക രൂപകൽപ്പനയും കൊണ്ട് അത് ഉടൻ തന്നെ ലോവർ മൻഹാറ്റനിലെ ഒരു ആകർഷണമായി മാറി.